ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാലക് ചീര വെച്ചിട്ട് ആന്ധ്ര സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പാലക്ക് ചീര നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഇവിടെ പാലക് ചീരയുടെ തണ്ടോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഇത് ഇളം പാലക്കായതുകൊണ്ട് തന്നെ തണ്ടിനൊന്നും ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ പൊതുവെ പാലക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ചീരയാണ്. നമ്മുടെ സാധാരണ ചീരയെക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഈ ചീരയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഞാനിതാ ചീരയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇനി ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അരച്ചിട്ടെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള സവോള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പുളിയാണ്. പുളി ഇപ്പൊ ഞാൻ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചമ്മന്തി കുറച്ചധികം എരിവിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അരച്ചെടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ഞാനിതാ ഇവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് മഷി പോലെ അരയണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങൾ അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ജീരകം നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും. അതുപോലെ തന്നെ 3 വറ്റൽമുളക് ഇതുപോലെ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്റെ കയ്യിലുള്ളത് ചെറുതായിരുന്നു, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പും അതുപോലെ കടലപ്പരിപ്പൊക്കെ ഒന്ന് കളർ മാറി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. ഇപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിന്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാനിതാ ഇവിടെ ഇതിലേക്ക് ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കുറവ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ്. ഇനി തീ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഈ ഒരു കൂട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് എണ്ണ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരാത്തത്. അപ്പൊ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു സമയത്ത് വേണം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചീര ചേർത്തതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം ചീര ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് അളവ് കുറയും. അപ്പൊ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലക് ചീരയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇപ്പൊ ചീരയും അതുപോലെ തന്നെ ആ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട. ചീരയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ കുറച്ച് സമയമൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചീരയൊക്കെ നമുക്ക് അത്യാവശ്യം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ചീരയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ചമ്മന്തി ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പാലക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണ് നമ്മൾ ചീരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. ഇത് നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.